ലോകം ഭയപ്പാടോടെ കാണുന്ന ഒന്നാണ് ഇറാൻ്റെ ആണവ പദ്ധതി. നമുക്കറിയാം, ഇറാൻ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റിയിലെ സിഗ്നറ്ററിയാണ്. മാത്രമല്ല പല ന്യൂക്ലിയർ പ്രോട്ടോക്കോളും സൈൻ ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് ആണവമായി ആയുധങ്ങൾ ഉണ്ടാക്കും ഇറാൻ എന്ന് നമുക്ക് കൃത്യമായി നിയമപരമായി അത് സാധിക്കില്ല. അല്ലെങ്കിൽ വെപ്പൺ ഗ്രേഡ് യുറേനിയം എൻറിച്ച്മെന്റ് ഇറാന് സാധിക്കില്ല എന്നാണ് ലോകത്തിൻ്റെ പൊതുവിശ്വാസം. പക്ഷേ ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 90% വരെ സമ്പുഷ്ടീകരിക്കാനുള്ള യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള ടെക്നോളജി ഇറാനുണ്ട്. ആ ഘട്ടത്തിലെത്തി നിൽക്കുകയുമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇറാനും യൂറോപ്പിലെ 3 രാജ്യങ്ങളും ഫ്രാൻസ്, ജർമ്മനി, അതുപോലെ ഇംഗ്ലണ്ട്, ഈ 3 രാജ്യങ്ങളും ചേർന്ന ഒരു E3 എന്ന സഖ്യമുണ്ട്. ആ സഖ്യം ഇറാനുമായി ആണവ ചർച്ചകളിലാണ്. അത് ജനീവയിൽ വെച്ച് ജനുവരി മാസം 2025 ജനുവരി മാസം 13-ാം തീയതി ചർച്ച ചെയ്യുകയാണ്. അതായത് ഇറാനെ എന്തു വിധേനയും ആണവായുധ നിർമ്മാണത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. അത് മധ്യപൗരസ്യ പ്രദേശത്തിന്റെ മാത്രമല്ല, ലോകത്തിന്റെ ആകമാനം സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന ലോകത്തിന്റെ ഒരു പൊതു തിരിച്ചറിവ് അമേരിക്കയ്ക്ക് ഇപ്പോൾ നേരിട്ട് രംഗത്ത് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളായ 3 രാജ്യങ്ങൾ മുൻകൈ എടുക്കുന്നത്. 2015 നമുക്കൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ 2015 അമേരിക്കയും മറ്റ് രാജ്യങ്ങളും ചേർന്ന് ഇറാനുമായി ഒരു ആണവ കരാറിൽ ഏർപ്പെട്ടു. ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനും സമാധാനപരമായ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനും ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നതിനും അതുപോലെ പവർ ആവശ്യത്തിന് വേണ്ടി മാത്രം, വെപ്പൺ ആവശ്യത്തിന് വേണ്ടിയല്ല, ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ആ ഒരു കരാറിൽ മുൻപത്തെ പ്രസിഡന്റിന്റെ സമയത്താണ്, അതായത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപുള്ള സമയത്താണ്. 2015 ശേഷം 2016 ട്രംപ് അധികാരത്തിൽ വരുന്നത്. ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ചെയ്തൊരു കാര്യമാണ്. അപ്പം അങ്ങനെയെങ്കിൽ ട്രംപിന് ഇത് സ്വീകാര്യമല്ലാതെ വന്നു. അപ്പോൾ 2015 ആ കരാർ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് ആയപ്പോൾ 2018 അതിനെ കംപ്ലീറ്റ് ആയിട്ട് സ്ക്രാപ്പ് ചെയ്യുകയാണ്. ഇറാനെതിരെ ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആണവ കരാറിൽ നിന്നും അമേരിക്ക പിന്മാറി. ഇറാനുമായി മറ്റു രാജ്യങ്ങൾക്ക് തുടരാം, പക്ഷേ ഇറാനുമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി തുടരാം. ഇറാനുമായി അമേരിക്കയ്ക്ക് ഇനി ഒരു ഇടപാടുമില്ല എന്ന നിലയിലേക്ക് മാറി. ഇപ്പോഴിതാ വീണ്ടും ഒരിക്കൽ കൂടി ട്രംപ് അധികാരത്തിലെത്തുകയാണ്. 2ാം ഊഴം ട്രംപിന്റെ. ജനുവരി 20-ാം തീയതി അദ്ദേഹം അമേരിക്കയിൽ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുൻപുള്ള ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ ഈ കാര്യത്തിൽ ഒരു തീർച്ചമൂർച്ച വരുത്തണം എന്ന ഒരു ചിന്തയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ലോകത്തിലെ പല പ്രമുഖ രാജ്യങ്ങളുടെ ഭാഗത്തുണ്ടായത്. കാരണം ട്രംപ് വന്നാൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. ട്രംപ് പരമാവധി സമ്മർദ്ദതന്ത്രം, ഇറാനെതിരെ പരമാവധി സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇറാൻ ആണെങ്കിലും കുറച്ചുകൂടെ ഒരു ബ്രീതിങ് സ്പേസ്. ഇപ്പോഴും ജോ ബൈഡൻ തന്നെയാണ് അമേരിക്കയുടെ എക്സിക്യൂട്ടീവ് കസേരയിലിരിക്കുന്നത്. ആ ഒരു അനുകൂല അന്തരീക്ഷം ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ധാരണയാകാനാവുമോ എന്ന ചിന്തയിലാണ് 13-ാം തീയതി ആണവ ചർച്ചകൾ നടക്കുന്നത്. ഇനി യഥാർത്ഥ ചിത്രത്തിലേക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ലോകം ഇറാന്റെ ആണവ പദ്ധതിയെ വളരെ ആകാംക്ഷാപൂർവ്വം, സ്വല്പം ആശങ്കയോടുകൂടി കാണുന്നത്? ഇറാന്റെ കൈവശം വലിയ തോതിലുള്ള യുറേനിയം നിക്ഷേപമുണ്ട്. അത് ഖനനം ചെയ്തെടുക്കാനുള്ള സാങ്കേതിക വിദ്യയുമുണ്ട്. സമ്പുഷ്ടീകരിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇറാന്റെ കൈവശമുണ്ട്. പക്ഷേ ഇറാൻ ഒരു ഡിക്ലെയർഡ് ന്യൂക്ലിയർ പവർ അല്ല. പക്ഷെ ഏത് നിമിഷവും ഇറാന്റെ ആണവ പദ്ധതിക്ക് ജീവൻ വയ്ക്കാൻ സാധിക്കും. അത് ജീവൻ വയ്ക്കുന്നു എന്ന് തോന്നിയ ഘട്ടത്തിലാണ് കൂട്ടി യോജിപ്പിക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായത്. ഇറാന്റെ എല്ലാ ആണവ പ്ലാന്റുകളും നശിപ്പിച്ചു എന്ന് പറയാനാവില്ല. ഇറാൻ ഇപ്പോഴും ഒരു സൈസിബിൾ ജങ്ക് ഓഫ് ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് ഇൻടാക്റ്റ് ആയി ഉണ്ട്. ഭൂഗർഭ അറകളിലാണ്. 60-70 അടി താഴെയുള്ള തകർക്കാനാവാത്ത ഭൂഗർഭ അറകളിൽ ഇപ്പോഴും ആണവായുധം ഉണ്ടാക്കാനുള്ള ടെക്നോളജി രൂപപ്പെട്ടു വരുന്നു, സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഇതൊരു തന്ത്രപ്രധാനമായ തീരുമാനമാണ്, വേണോ വേണ്ട എന്ന്. അപ്പോൾ ഈ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, അതുമായി ബന്ധപ്പെട്ട കൺവെൻഷനിൽ ഇറാൻ സിഗ്നറ്ററിയാണ്. കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ വെപ്പൺസ് ട്രീറ്റിയിൽ ഇറാൻ അംഗമാണ്. അപ്പോൾ സ്വാഭാവികമായി ഇറാനെ നമ്മൾ തിന്മയുടെ ഈവിൾ എന്ന് അമേരിക്കയുടെ മാറി മാറി വരുന്ന പ്രസിഡന്റുമാർ വിളിച്ചു എങ്കിൽ പോലും ആ തിന്മ ഇപ്പോഴത്തെ നിലയിൽ ഇറാൻ കൺവെൻഷണൽ ആയുധങ്ങൾ, പരമ്പരാഗതമായ ആയുധങ്ങൾ ഒഴിച്ച് മറ്റൊന്നും തന്നെ ബയോളജിക്കൽ
കെമിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചതായി ഇതുവരെ തെളിവില്ല. അതുകൊണ്ട് ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം തന്നെയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി. അതുപോലെ തന്നെ നോർത്ത് കൊറിയയുടെയും ആണവ ആയുധങ്ങൾ. ഇവിടൊക്കെ ഏകാധിപതികൾ ഭരിക്കുമ്പോൾ അവരെന്താണ് നാളെ ചെയ്യാൻ പോകുന്നത്? ഒരു സിവിലിയൻ ജനതയ്ക്ക് ഏകാധിപതികളുടെ മേൽ, കിം ജോങ് ഉന്നിന്റെ മേൽ കൊറിയയുടെ സാധാരണ ജനത്തിന് നിയന്ത്രണമില്ല. അതുപോലെ ഇറാന്റെ മതമേലധ്യക്ഷൻ ആണ് യഥാർത്ഥ ഡിഫാക്ടോ സോവറിൻ അയത്തുള്ള അലി ഖൊമേനി. അദ്ദേഹത്തിന് മേൽ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു കമാൻഡിംഗ് പവർ ഇല്ല, ജനങ്ങൾക്ക് ഒരു കമാൻഡിംഗ് പവർ ഇല്ല. അതുകൊണ്ട് അത് ദുരുപയോഗപ്പെടുത്തുന്നത് മുൻകൂട്ടി തന്നെ ഒഴിവാക്കാൻ തക്ക ഒരു മയപ്പെടുത്തലിന്റെ രീതിയിലാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം പുതുവർഷത്തിൽ കൈവിട്ട് പോകാതിരിക്കേണ്ടതും ലോകത്തിന്റെ തന്നെ ആവശ്യമാണ്. അപ്പൊ ഡീ എസ്കലേഷന് സാധ്യമാകുന്നതെല്ലാം ചെയ്യുന്ന തിരക്കിലാണ് ഇന്ന് ലോകം. അതിന്റെ ഭാഗമായിട്ടാണ് ജനുവരി 13 ജനീവയിൽ വെച്ച് ഈ പ്രസ്തുത മേൽ വിവരിച്ച കൺവെൻഷൻ നടക്കുന്നതും എല്ലാ കണ്ണുകളും ജനീവയിലേക്ക് നീങ്ങുന്നതും അതുകൊണ്ടാണ്.